ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഇപ്പോൾ LDC, LGS പരീക്ഷകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുൻകാല ചോദ്യങ്ങളുടെയും പ്രതീക്ഷിക്കപ്പെടാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിച്ച് പരീക്ഷകൾക്ക് തയ്യാറാവുക. ആദ്യം റേഡിയം കണ്ടുപിടിച്ചത് ആര്? പിയറി ക്യൂരിയും മേരി ക്യൂരിയുമാണ്. 1898 കണ്ടുപിടിച്ചത്. റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യൂരിയും മേരി ക്യൂരിയും ആണ്. ന്യൂക്ലിയസ്, പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ചത് ആര്? ന്യൂക്ലിയസ്, പ്രോട്ടോൺ എന്നിവ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ബീറ്റാ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ബീറ്റാ കോശങ്ങൾ. മനുഷ്യ ശരീരത്തിന് പുറത്ത് നിർമ്മിക്കുന്ന ഇൻസുലിനെ അറിയപ്പെടുന്നത് ഹ്യൂമിലിൻ എന്നാണ്. മനുഷ്യ ശരീരത്തിന് പുറത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് ഹ്യൂമിലിൻ. ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം അൽ അസീസിയ ആണ്. ലിബിയയുടെ പടിഞ്ഞാറൻ ഭാഗമാണ് അൽ അസീസിയ. മെർക്കല്ലി സ്കെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂകമ്പങ്ങളുടെ തീവ്രത അളക്കുന്നതിനാണ് മെർക്കല്ലി സ്കെയിൽ ഉപയോഗിക്കുന്നത്. പോസ്റ്റൽ സംവിധാനം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് എന്നാണ്? 1857 ആണ്. പോസ്റ്റൽ സംവിധാനം തിരുവിതാംകൂറിൽ ആരംഭിക്കുന്നത് 1857 ആണ്. EMSന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ആത്മകഥയുടെ പേര് ആത്മകഥ എന്നാണ്. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? റോബർട്ട് ഗ്യൂരിൻ ആയിരുന്നു. ഫിഫയുടെ ആദ്യ പ്രസിഡന്റ് റോബർട്ട് ഗ്യൂരിൻ ആയിരുന്നു. ടൈഫോയിഡിനെതിരെ ഉപയോഗിക്കുന്ന ആന്റിബോഡി ഏതാണ്? ക്ലോറോം ഫെനിക്കോൾ ആണ്. മീരാബെൻ ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ഇംഗ്ലണ്ടിൽ ആണ്. രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ കഴിയാത്ത ബില്ല് ഏതാണ്? ധനബില്ല് ആണ്. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം നീലേശ്വരം ആണ്. ആദ്യത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി ഏതാണ്? കേരള കലാമണ്ഡലം. ജന്മിത്വ ഭരണം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ചത് ആര്? മാർത്താണ്ഡവർമ്മയായിരുന്നു. ദേശീയ ഗാനം അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 ആണ്. 1950 ജനുവരി 24. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണ്? 2003 മെയ് 12 ആണ്. 2003 മെയ് 12. ജീവികളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം എത്തോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഗുപ്തകാലത്തെ പ്രധാന ഭിഷഗ്വരൻ ആരായിരുന്നു? വാഗ്ഭടൻ ആയിരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എന്ന്? 1872 ആണ്. 1872. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിതത് ആര്? രാജരാജ ഒന്നാമൻ ആണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിഞ്ഞത് ആരാണ്? രാജരാജ ഒന്നാമൻ ആണ്. ഛത്രപതി ശിവജി വിമാനത്താവളം എവിടെയാണ്? മുംബൈയിൽ. കവിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനെയാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യക്കാരനായ ആദ്യത്തെ കോളേജ് പ്രിൻസിപ്പൽ ആരായിരുന്നു? AR രാജരാജവർമ്മ ആയിരുന്നു. 93-ാം ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിളിന്റെ ഭാഗമാണ്? 93-ാം ഭേദഗതി ഏത് ആർട്ടിക്കിളിന്റെ ഭാഗമാണ്? ആർട്ടിക്കിൾ 21. ഗുപ്തവർഷം ആരംഭിച്ചത് എന്നാണ്? AD 320. ഗുപ്തവർഷം ആരംഭിച്ചത് AD 320 ആണ്.
പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗാണു എർസീനിയ പെസ്റ്റിസ് ആണ്. എർസീനിയ പെസ്റ്റിസ്. പഞ്ചതന്ത്രം, ഗീതോപദേശം എന്നിവ ആരുടെ കൃതികളാണ്? പഞ്ചതന്ത്രം അതുപോലെ ഗീതോപദേശം എന്നിവ ആരുടെ കൃതിയാണ്? വിഷ്ണു ശർമ്മയുടെ കൃതിയാണ്. വിഷ്ണു ശർമ്മ ഗുപ്ത ഭരണകാലത്തുണ്ടായിരുന്ന കഥാകൃത്താണ്. ഗുപ്ത ഭരണകാലത്തെ. 1 ഡിഗ്രി അക്ഷാംശം എത്ര കിലോമീറ്റർ ആണ്? അതായത് ഒരു ഡിഗ്രി അക്ഷാംശം എന്ന് പറയുന്നത്, ഇപ്പൊ 0 നിന്ന് 1 ഡിഗ്രി വരെ ഉള്ള ദൂരം എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. അക്ഷാംശം തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ ആണ്. യമുന നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? യമുനോത്രി ആണ്. യമുനോത്രി ഗ്ലേസിയർ. യമുനോത്രി ഗ്ലേസിയറിലാണ് ഏതിന്റെ ഉത്ഭവസ്ഥാനം? യമുന നദിയുടെ ഉത്ഭവസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നദി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നദി ഏതാണ്? ഗംഗാ നദി ആണ്. ദേശീയ രക്തദാന ദിനം എന്നാണ്? ദേശീയ രക്തദാന ദിനം എന്നാണ് ഒക്ടോബർ 1 ആണ്. ഒക്ടോബർ 1. ബ്രഹ്മസമാജത്തിന്റെ പഴയ രൂപം എന്താണ്? അമിത്യസഭ എന്നാണ്. അമിത്യസഭ. ബ്രഹ്മസമാജത്തിന്റെ പഴയ രൂപമാണ് അമിത്യസഭ. സ്റ്റോൺ വാളിങ്, ഡ്രൈവ്, ഗള്ളി എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പദങ്ങൾ സ്റ്റോൺ വാളിങ്, ഡ്രൈവ്, ഗള്ളി എന്നിവ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. വൈറ്റമിൻ ഇയുടെ രാസനാമം? വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. ടോക്കോഫെറോൾ. വൈറ്റമിൻ സിയുടെ രാസനാമം? വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. അസ്കോർബിക് ആസിഡ് എന്നാണ്. അപ്പൊ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.